ഹായ് വ്യൂവേഴ്സ്, ഞാൻ നിങ്ങളുടെ പൗർണമി. പലരും അതിശയത്തിൽ ചോദിക്കുന്നൊരു കാര്യമാണ്, പട്ടിക്ക് ഫ്രൂട്ട്സ് കൊടുക്കാമോ? ഫ്രൂട്ട്സൊക്കെ പട്ടി കഴിക്കുമോ? ഞങ്ങളുടെ വീട്ടിലെ പട്ടികളൊന്നും കഴിക്കാറില്ല. ഇങ്ങനെ പറയുന്നത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഈവൻ എൻ്റെ വീട്ടിൽ തന്നെ അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഡോഗ്സിന് ഫ്രൂട്ട്സ് കൊടുക്കാൻ വളരെ നല്ലതാണ്. അവർ ഓംനിവോറസ് ആനിമൽസ് ആണ്, അതായത് മീറ്റും കഴിക്കും, അതുപോലെ തന്നെ പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസും അവർക്ക് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ എല്ലാ ഫ്രൂട്ട്സും അവർക്ക് കൊടുക്കാൻ പാടില്ല. എന്തൊക്കെയാണ് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന സേഫ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് എന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. ഇതിൽ ആദ്യമായിട്ട് പറയാനുള്ളത് ആപ്പിളാണ്. എൻ്റെ മുത്തുമണിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ആപ്പിളാണ്. അത് ഭയങ്കര ക്രഞ്ചി അല്ലേ, ജ്യൂസിയുമാണ്, അവർക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പക്ഷേ തൊലി കളഞ്ഞിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ചില ഡോഗ്സിന് അത് ഇഷ്ടപ്പെടത്തില്ല. അപ്പം മുത്തുമണിക്കൊക്കെ ആണെങ്കിൽ തൊലി ഒട്ടും ഇഷ്ടമല്ല. അതുപോലെ തന്നെ അതിന് നടുക്കുള്ള ആ സ്റ്റെം ഉണ്ടല്ലോ, അതും കുരുവൊക്കെ മാറ്റിയിട്ട് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ചോക്കാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെറിയ ചെറിയ പീസായിട്ട് കൊടുക്കുകയാണെങ്കിൽ അവരത് കഴിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ മാംഗോസ് കൊടുക്കാം. മാങ്ങ കൊടുക്കുന്നതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നല്ല മധുരമല്ലേ, അപ്പം ഒത്തിരി കഴിക്കും. നമ്മളൊരു ലിമിറ്റഡ് പോർഷൻ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. കാര്യം അതിൻ്റെ ഷുഗർ ലെവൽ എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. ഡോഗ്സിന് ഷുഗർ അധികം കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് കൊടുക്കുകയാണെങ്കിൽ തന്നെ ഒരു 2-3 പീസിലൊക്കെ സ്റ്റോപ്പ് ചെയ്യണം. പിന്നെ നമുക്ക് ഓറഞ്ചും പൈനാപ്പിളും ഒക്കെ കൊടുക്കാൻ പറ്റും. അതും ഒരു മോഡറേറ്റ് എമൗണ്ടിൽ മാത്രമേ കൊടുക്കാവുള്ളൂ. കാര്യം അതിൻ്റെ സിട്രിക് കണ്ടൻറ്റ് സ്റ്റൊമക്ക് അപ്സെറ്റ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ബനാന കൊടുക്കാം. ബനാനയും ഒരു പഴമൊക്കെ നമുക്ക് കൊടുക്കാം കേട്ടോ, വലുതല്ല, കുഞ്ഞു പഴമൊക്കെ ഒരെണ്ണമൊക്കെ കൊടുക്കാം. അതിലും ഷുഗറിൻ്റെ കണ്ടൻറ്റ് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ടും ഇതും ഒരു മോഡറേറ്റ് അളവിന് മാത്രമേ കൊടുക്കാവുള്ളൂ. അതുപോലെ തന്നെ സ്ട്രോബെറി കൊടുക്കാം. അതും ചെറുതായിട്ടൊന്ന് മാഷ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ ചോക്കിങ് വരാണ്ട് നമുക്ക് നോക്കാനായിട്ട് പറ്റും. അല്ല മൊത്തത്തിൽ കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ പെട്ടെന്ന് കഴിക്കുന്നതിനിടയ്ക്ക് ഇവിടെ കയറിയും കുരുങ്ങിപ്പോവും. സോ അത് നോക്കാം. പിന്നുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ വാട്ടർമെലോൺ. ഡോഗ്സിന് നല്ല ചൂടുള്ള ദിവസത്തിൽ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഫ്രൂട്ട് വാട്ടർമെലോൺ ആണ്. മൊത്തം വെള്ളവുമാണ്, അധികം ഷുഗറും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ആ സീഡ് മൊത്തം മാറ്റിയിട്ട് വേണം കൊടുക്കാൻ. കുറച്ച് മെനക്കെടേണ്ടി വരും, എങ്കിലും അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും വാട്ടർമെലോൺ. പിന്നെ നമ്മുടെ നാട്ടിൽ അധികം കിട്ടാത്ത ഈ ബെറീസ് ഉണ്ടല്ലോ, റാസ്ബെറി, ക്രാൻബെറി, ബ്ലൂബെറി, ഇതൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതൊക്കെ ഡോഗ്സിന് കൊടുക്കാം. അവർക്ക് ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങളല്ല ഇത്. പിന്നെ എന്തൊക്കെ കൊടുക്കാൻ പാടില്ല എന്ന് ചോദിച്ചാൽ അവക്കാഡോ കൊടുക്കാൻ പാടില്ല, ഗ്രേപ്സ് കൊടുക്കാൻ പാടില്ല, റേസിൻസ് കൊടുക്കാൻ പാടില്ല, ടൊമാറ്റോ കൊടുക്കാൻ പാടില്ല. ഇതൊക്കെ ഭയങ്കര ടോക്സിക് ആണ്. പാൻക്രിയാറ്റൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, സ്റ്റൊമക്ക് അപ്സെറ്റ് ഉണ്ടാക്കാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, പഴത്തൊലിയോട് ചേർത്തിട്ട് പഴം കൊടുക്കാമോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പട്ടിക്ക് അങ്ങനെ കൊടുക്കാൻ പാടില്ല. നമ്മൾ പശുവിനൊക്കെ കൊടുക്കും, എങ്കിലും പട്ടിക്ക് കൊടുക്കുമ്പോഴത്തേക്ക് തൊലി എടുത്തിട്ട് വേണം കൊടുക്കാനായിട്ട്. പിന്നുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഫ്രൂട്ട്സിലൊക്കെ ഒരുപാട് വിറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, പൊട്ടാഷ്യം, ഫൈബർ, മാംഗനീസ് ഒക്കെ ഉണ്ട്. വിറ്റമിൻസിൻ്റെ ലിസ്റ്റ് പറയുകയാണെങ്കിൽ ഇതിന് ഭയങ്കര വിറ്റമിൻ എ, B1, B2, B6, പിന്നെ വിറ്റമിൻ കെ, ഇ ഒക്കെ ഉണ്ട്. അങ്ങനെ ഒത്തിരി ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള സംഭവങ്ങളാണ് നമ്മൾ ഈ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. സോ ഇതൊക്കെ തന്നെ നിങ്ങളുടെ ഡോഗിന് കൊടുക്കുക. ഒരു ബാലൻസ്ഡ് ഡയറ്റ് കീപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ തന്നെ ആഡ് ചെയ്യണം. സോ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.